ഒരു ലിപ് ലോക്കോ ഒരു ലിപ് ലോക്ക് കൊടുക്കാന് അങ്ങനെ ഡയറക്റ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോ അത് ലൈവാണ്. സോറി, ആൾക്ക് അറിയത്തില്ല ഇതിനെ കുറിച്ച്. ഇത് ലൈവാണ്, എല്ലാവരും കാണും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് അതുപോലെ തന്നെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു ലേഡിയെ കുറിച്ച്, ഒരു സ്ത്രീയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അവരുടെ പേര് ദിയ ഗൗഡ. ഈ പേര് ചിലപ്പോൾ നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും. കാരണം 18+ അഡൾട്ട് കോണ്ടന്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ദിയ ഗൗഡ. അപ്പൊ കഴിഞ്ഞ വർഷം തന്നെ ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ടുണ്ടായിരുന്ന ഒരു ഷോ ആയിരുന്നു യസ്മ സീരീസ്. യസ്മ സീരീസിൽ പാൽപായസം സീരീസിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു നടിയാണ് ദിയ ഗൗഡ. അപ്പൊ ദിയ ഗൗഡന്റെ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവരുടെ ഈ ദിയ ഗൗഡ എന്ന് പറഞ്ഞ പേര് പറയുന്നത് നമുക്ക് ഒരു മതവുമായിട്ട് അവരെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരുടെ ഒറിജിനൽ പേര് ഖദീജ എന്നാണ്. ആ ഖദീജയിൽ നിന്നും ദിയ ഗൗഡയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനും അവരുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ദിയ ഗൗഡയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഭർത്താവ് ഷെരീഫ് എന്ന് പറഞ്ഞ ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നു. എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു? സ്വന്തം കുഞ്ഞിനെ, അവർക്കൊരു ആൺകുട്ടിയുണ്ട്, അതായത് ദിയ ഗൗഡയ്ക്കും അതുപോലെ തന്നെ ഷെരീഫിന് ഒരു ആൺകുട്ടിയുണ്ട്. ആൺകുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ഷെരീഫ് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഈ ന്യൂസ്. അപ്പൊ നമുക്ക് ആദ്യം ന്യൂസ് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. മലയാളി യുവാക്കളെ ഹരം കൊള്ളിച്ച അഡൽട്ട് വെബ് സീരീസ് ആണ് പാൽപായസം. ഇതിലെ നായികമാരിൽ ഒരാളായ ദിയ ഗൗഡ പലർക്കും സുപരിചിതയാണ്. വെബ് സീരീസിന് ശേഷമുണ്ടായ ചൂടേറിയ സംവാദങ്ങളും പിന്നീട് നടന്ന വിവാദങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പൊ നമുക്ക് ഇവരുടെ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ദിയ ഗൗഡ എന്ന് പറഞ്ഞ പേരിന് പിറകിൽ ഒളിഞ്ഞിരിക്കുന്നത് ഖദീജ എന്ന് പറഞ്ഞ ഒരു പേഴ്സണാലിറ്റിയാണ്. അത് ഭയങ്കര കോമൺ ആണ്. കാരണം ഒരു സെലിബ്രിറ്റി ആവുമ്പോൾ, അതിനിപ്പോൾ എന്ത് സെലിബ്രിറ്റി ആവട്ടെ, പോൺ സെലിബ്രിറ്റി ആവട്ടെ, ഫിലിം സെലിബ്രിറ്റി ആവട്ടെ, എന്തോ ആവട്ടെ, ഇവരൊരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ പേര് മാറ്റും. അത് പല റീസൺസ് കൊണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും ഇവരുടെ പേര് ഇങ്ങനെ മാറ്റി, ഇപ്പൊ ഖദീജ എന്ന് പറഞ്ഞ പേര് വെച്ച് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അഭിനയിക്കുന്ന സമയത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിനെ അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. അതുപോലെ അവരതിന് പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും അവരിങ്ങനെ പേര് മാറ്റിയിട്ട് ആ പേരിന് മുന്നിൽ പിറകിൽ ഒളിച്ചു നിന്നുകൊണ്ടാണ് ഇവരിങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ദിയ ഗൗഡ എന്ന് പറഞ്ഞ പേര് സ്വീകരിച്ചു. പിന്നെ അതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ് അവരുടെ ലൈഫ് സ്റ്റോറി. അവരുടെ ലൈഫ് സ്റ്റോറി എന്ന് പറയുമ്പോൾ, അവരുടെ ഈ ഒരു മാരേജ് നമ്മൾ അറിയാൻ സാധിക്കുന്നത് എന്താ വെച്ചാൽ, അവർ ഓൾറെഡി ആദ്യം ഒരു കല്യാണം കഴിഞ്ഞിരുന്നു. അതിൽ 2 കുട്ടികൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോഴത്തെ ഭർത്താവ് ഷെരീഫിനെ കണ്ടുമുട്ടിയത് എന്നും അവരുടെ തമ്മിലുള്ള ഒളിച്ചോട്ടം അതൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ഉണ്ട്. ലെറ്റ്സ് സീ ദാറ്റ് ആൻഡ് കം ബാക്ക്. ആദവനാട് കോരന്തൊടി ഷെരീഫിന്റെ ജീവിതം സിനിമാ കഥകളെ വെല്ലുന്നതാണ്. ആദവനാട് കോഴിക്കച്ചവടക്കാരനായിരുന്നു ഷെരീഫ്. ഭാര്യയും 2 മക്കളുമായി സ്വന്തം വീട്ടിൽ സന്തോഷപ്രദമായ ജീവിതം. അതിനിടെയാണ് ഷരീഫിന്റെ വീടിന് സമീപം പാലക്കാട് സ്വദേശിനിയായ ഖദീജയും ഭർത്താവും 2 മക്കളും താമസത്തിനെത്തുന്നത്. ഇവിടെ വെച്ച് ഷെരീഫും ഖദീജയും അടുപ്പത്തിലായി. അത് പ്രണയമായി വളർന്നു. ഒടുവിൽ കുടുംബത്തെ ഉപേക്ഷിച്ച ഇരുവരും ഒളിച്ചോടി. പിന്നീട് ഖദീജ സീരിയൽ രംഗത്ത് ചുവടു. അപ്പൊ ഈ വീഡിയോ ഇത് ഒരു ചാനലിൽ വന്നതാണ്. ഇത് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ബട്ട് ചുമ്മാ പടച്ചു വിടാൻ റീസൺസ് ഒന്നുമില്ല. എന്തായാലും ആളുകൾ പ്രതികരിക്കും. അപ്പൊ നമുക്ക് ഫോർ ദ ടൈം സേക്ക് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെക്കാം. അപ്പൊ ഇതിൽ പറയുന്നുണ്ട്, ഈ ഒരു അതായത് ഷെരീഫ്, അവളുടെ ഇപ്പോഴത്തെ ഭർത്താവ് ഒരു കോഴിക്കച്ചവടക്കാരനായിരുന്നു. അവരിങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് അവിടെ അയൽവാസിയായിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഈ ഒരു ഖദീജ എന്ന് പറഞ്ഞ സ്ത്രീ, അല്ലെങ്കിൽ ദിയ ഗൗഡ എന്ന് പറഞ്ഞ സ്ത്രീ. അപ്പൊ ഈ ദിയ ഗൗഡനെ അവിടെ വെച്ച് കാണുന്നു. ദിയ ഗൗഡ ഓൾറെഡി ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡുള്ള 2 കുട്ടികളുള്ള ഒരു അമ്മയാണ്. ആ ദിയ ഗൗഡയുമായിട്ട് പ്രണയത്തിലാകുന്നു. അങ്ങനെ ഇപ്പൊ ഈ ഷെരീഫിനും വേറെ കല്യാണം കഴിച്ചതാണ്. അവർക്കും അതിൽ കുട്ടികളുണ്ട്. ഇവർ 2 പേരും ഫാമിലി മറന്ന് ഒളിച്ചോടി പോവാണ്. അങ്ങനെ ഒളിച്ചോടി പോയി ഇവർ വേറൊരു ലൈഫ് തുടങ്ങുന്നു. ആ ലൈഫിലാണ് ഇവർക്ക് ഒരു ആൺകുട്ടി ഉള്ളത്. അപ്പം റിയൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അഭിനയിക്കുന്ന ഒരു ലൈഫിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ ഇവൾ അഭിനയിച്ച പാൽപായസം സീരീസ്, അതല്ലാന്നുണ്ടെങ്കിൽ യസ്മ സീരീസിനേക്കാളൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അവിടെ റിയൽ ലൈഫ് നമുക്ക് തോന്നും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഇവരുടെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവ് അതിനേക്കാൾ കൂടുതൽ തമാശയാണ്. കാരണം ഇപ്പം ഇവള് ഒരു കൈൻഡ് ഓഫ് ഒരു പോൺ സ്റ്റാർ കൈൻഡ് ഓഫ് ഒരു പബ്ലിക് ഔട്ട്ലുക്കാണ് ഇവർക്ക് പുറത്തുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി ലൈവ് ചെയ്യുമ്പോൾ അതുപോലെയുള്ള ചോദ്യങ്ങളും അതുപോലെയുള്ള റിയാക്ഷൻസ് ഒക്കെ പബ്ലിക്കിന്റെ അടുത്തുനിന്ന് വളരെ കോമൺ ആണ്. ഇവർ ചോദിക്കുന്നുണ്ട്, ക്യാൻ യു ഗിവ് എ ലിപ് ലോക്ക് തരുമോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ലൈവ് നമുക്ക് കാണാം. ശേഷം നമുക്ക് തിരിച്ചു വരാം. അടുത്ത ഷൂട്ട് ഉടനെ വരുന്നുണ്ട്.
പാൽപായസം 3 ലിങ്ക് എങ്ങനെ തരും? പാൽപായസം 3 ചെയ്താലല്ലേ തരാൻ പറ്റുള്ളൂ. ഇനി എസ്മേ ജോയിൻ ചെയ്യാൻ ഞാൻ എസ്മേന്ന് ഇറങ്ങി വന്നതല്ലല്ലോ, തിരിച്ച് കയറാണ്. ഞങ്ങള് ഇങ്ങനെ എപ്പോഴും കൂടെ കിടക്കുക, എപ്പോഴും കിടന്നുകൊണ്ട് വീഡിയോസ് ഇടുക, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് വീഡിയോസ് ഇടുക. അതിനർത്ഥം ഞങ്ങൾ എപ്പോഴും സെക്സ് ചെയ്യുന്നതെന്നല്ല. അത് തെറ്റിദ്ധരിക്കുന്നത് നിങ്ങളെ എനിക്ക് തിരുത്താനും കഴിയില്ല. സോറി. എന്താ പരിപാടി? ചുമ്മാ ഇരിപ്പ. പരിപാടിയൊന്നുമില്ല. നാളെ ഒരു ഷൂട്ട് ഉണ്ട്, അതിന് പോണം. ഒരു ലിപ് ബ്ലോക്കോ ഒരു ലിപ് ബ്ലോക്ക് കൊടുക്കാന്. നമ്മളത് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിടുന്നത് അത് വേറെ. ഇപ്പൊ അങ്ങനെ ഡയറക്റ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോ എനിക്കത് ലൈവാണ്. സോറി, ആൾക്ക് അറിയത്തില്ല ഇതിനെ കുറിച്ച്. എനിക്കത് ലൈവാണ്, എല്ലാവരും കാണും. ഞാന് താമരശ്ശേരിയിലാണ് ഇപ്പൊ ഉള്ളത്. ഒരു ലിപ് ബ്ലോക്ക് പറഞ്ഞോ, അതിനല്ല ഞാൻ ലൈവ് ഇട്ടത്. നിങ്ങൾക്ക് എന്തും പറയാം. ഇതിൽ ഒരുപാട് കമന്റ് മോശമായിട്ട് വരുന്നതുണ്ട്. മോശമായിട്ട് ഒരുപാട് കമന്റ് വരുന്നുണ്ട്. ഞാൻ അവരോട് എന്തെങ്കിലും പറയുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ടോ? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ എന്തും പറഞ്ഞു, നോ പ്രോബ്ലം. പക്ഷെ എനിക്ക് അത് ഇഷ്ടപ്പെട്ട കമന്റ് ആണെങ്കിൽ ഞാൻ റീപ്ലൈ തന്നു. ഞാൻ അത്ര പാവമൊന്നും അല്ല എന്നാ, പക്ഷെ എന്റെ ഇക്ക പറയുന്നത് ഞാൻ പാവാണെന്നാണ്. അല്ലേ ഇക്ക? ഞാൻ എന്താണെന്ന് എന്നെ തൊട്ടറിഞ്ഞാല്, അല്ല സോറി, നമ്മള് പരസ്പരം എടുത്തിരുന്ന് രണ്ടു വാക്ക് സംസാരിക്കുമ്പോഴേ ഞാൻ ആരാണ് എന്താണ് എന്ന് മുഴുവനായിട്ടല്ലെങ്കിലും കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. ചിലര് പറയും എനിക്ക് ഭയങ്കര സാമർത്ഥ്യം. ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാല് ഇവളിങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഹസ്ബൻഡിന് ഇത് കൊടുത്തേ തീരൂ. അതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി. ഹസ്ബൻഡാണോ ഇവളെ പോലെയുള്ള സീരീസിൽ അഭിനയിക്കുന്നത് നമുക്ക് തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്ന് ആ ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ മനുഷ്യന്മാരുടെയൊക്കെ ഈ ഒരു ബോധം, അതല്ലെങ്കിൽ ഒരു നമ്മളെ മലപ്പുറം ഭാഷയിൽ ഇതിന് ഉളുപ്പ് എന്നൊക്കെ പറയും. ഈ സാധനമൊക്കെ എവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇപ്പൊ ഈ ഉളുപ്പ് ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ സദാചാര ബോധം എന്ന് പറഞ്ഞ കമന്റ് ബോക്സ് നിറയും. പക്ഷെ ഞാൻ എന്നാലും ഇതിനെക്കുറിച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പബ്ലിക്കായിട്ട് കാണിക്കാനുള്ളതല്ല. ഇനിയിപ്പോൾ എന്ത് സ്റ്റാർ ആണെങ്കിലും, പോൺ സ്റ്റാർ ആവട്ടെ, ഫിലിം സ്റ്റാർ ആവട്ടെ, ആരാണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പബ്ലിക്കിൽ കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ആൻഡ് പ്ലസ് ഇതിൽ ഏറ്റവും വലിയ എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് സങ്കടം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി അതെല്ലാം കണ്ടുകൊണ്ട് അവിടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാ. ഇതൊന്നും കുട്ടികളുടെ മുന്നിൽ ഇങ്ങനത്തെ വർത്താനങ്ങൾ പറയുകയോ അതല്ലാതെ ഇങ്ങനത്തെ ആക്ടുകൾ ചെയ്യൊന്നും പാടില്ല. പക്ഷെ ഇവരെന്ത് റോൾ മോഡലാണ് ആ കുട്ടിക്ക് കൊടുക്കുന്നതെന്ന് സത്യം പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എന്താ പറയുക, ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലാവാൻ മതി, ഈ കുട്ടിയുടെ റോൾ മോഡൽ ഒരിക്കലും ഈ പേരൻസ് ആവാൻ പാടില്ല. കാരണം അത്രത്തോളം മോശമായിട്ടുള്ളൊരു ബിഹേവിയറാണ് ഈ ഒരു ലൈവിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കുട്ടീനെ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു സ്ത്രീയുടെ വോയിസിൽ മൊത്തത്തിൽ ആ കുട്ടിയുടെ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പൊ ഇന്നസെൻസ്, ആ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയും അതുപോലെ തന്നെ ഇവരുടെ ലൈഫിലുള്ള കാപട്യവും തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സി ആയിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഫീൽ ചെയ്തത് കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ അതിൽ തന്നെ ഇതിൽ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇത്രയും നമുക്ക് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആര്? ഹസ്ബൻഡും വൈഫും, അതായത് ദിയയും അതുപോലെ ഷെരീഫും ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ന്യൂസ് വരുന്നത് എന്താ വെച്ചാൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ദിയയും ഷെരീഫും തമ്മിൽ പിണങ്ങിയിട്ട് അവർ രണ്ടുപേരും മാറി താമസിക്കുകയാണെന്നുള്ളതാണ്. അപ്പം മാറി താമസിക്കുന്നതിൻ്റെ ഇടയിൽ ഷെരീഫ് എന്ത് ചെയ്യുന്നുണ്ട്, ദിയ വിളിക്കുന്നുണ്ട്. അവൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവാണെന്നൊക്കെ പറഞ്ഞ് അറിയിക്കുന്നുണ്ടായിരുന്നു. എന്താന്ന് അറിഞ്ഞിട്ടുണ്ട്, അവൾ ഇഗ്നോർ ചെയ്തോ ഞാൻ സീരിയസ് ആക്കി എടുത്തോന്നും നമുക്കറിയില്ല. അത് നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. എന്താ സംഭവിച്ചതെന്ന് അവരിടയിൽ നമുക്കറിയില്ല. അത് പബ്ലിക്കിൽ ഔട്ട് ആയിട്ടില്ല എന്താ സംഭവിച്ചതെന്ന്. പക്ഷേ പിന്നീട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഷെരീഫ് ആത്മഹത്യ ചെയ്തു. സ്വന്തം മകനെ, ഇപ്പം നിങ്ങളെ കണ്ടല്ലോ, ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്നതിന് ശേഷം ഷെരീഫും ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് പോലീസ് സ്റ്റേഷനിൽ ഇവർക്ക് കംപ്ലൈൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ ഒരു കമ്മിറ്റ്മെന്റ്, അതായത് ദിയ ഗൗഡയുടെ അവളുടെ ഫാമിലിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒട്ടും ഇല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം ഇവരുടെ ഡെഡ് ബോഡി റിസീവ് ചെയ്യാൻ ദിയ പോയില്ല എന്നുള്ളതാണ്. ഷെരീഫിന്റെ ഒക്കെ ഡെഡ് ബോഡി അവരുടെ ഫാമിലിയാണ് റിസീവ് ചെയ്തത്, അവള് പോയില്ല.
ഒരു കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്ത ആളാണല്ലോ, എന്തായാലും ഭർത്താവായിരിക്കുന്ന ഒരാളാണ്. അവരുടെ ഡെഡ് ബോഡി പോലും റിസീവ് ചെയ്യാൻ ദിയ പോയില്ല എന്നുള്ളത് നമുക്കിപ്പോഴും സംശയമാണ്. എന്തായിരുന്നു അവരുടെ ഇടയിൽ സംഭവിച്ചതെന്നും അതുപോലെ തന്നെ എന്തായിരുന്നു നമുക്ക് അറിഞ്ഞൂടാ. ബട്ട് സ്റ്റിൽ ഒരു ക്രൂവൽ മെന്റാലിറ്റിയാണ് എനിക്ക് അതിൽ നിന്ന് ഫീൽ ചെയ്തത് കേട്ടോ. ചിലപ്പം ദിയ ഗൗഡക്ക് ഇത് അവളുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ നാടകങ്ങൾ ഓൺ സ്ക്രീനിൽ അഭിനയിക്കുന്ന അവൾക്ക് ചിലപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം, നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഈ ഒരു സംഭവം നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലൊരു സംശയം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതുപോലുള്ള ജീവിതങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആളുകൾക്കൊരു പാഠമാണ്. ഇപ്പം ഈ സെലിബ്രിറ്റി ലൈഫ് അതിപ്പോൾ എന്തോ ആകട്ടെ, ഇപ്പം ചില സെലിബ്രിറ്റീസ് ആകാൻ വേണ്ടി യൂട്യൂബിൽ വന്ന് എന്തോ തോന്നിവാസം കാണിക്കുന്ന കുറേ സ്ത്രീകളുണ്ട് കേട്ടോ. ഇപ്പം എനിക്കറിയാം, ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല, കാരണം അങ്ങനെയും കൂടെ പറഞ്ഞിട്ട് അവർക്കൊരു റീച്ച് കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വസ്ത്രമില്ലാതെ അതുപോലെ എന്തൊക്കെയോ വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, അവരുടെ ഫ്രണ്ടും ബാക്കൊക്കെ കാണിച്ചിട്ട് ചെയ്യുന്ന കുറേ സ്ത്രീകളുണ്ട് കേട്ടോ. അങ്ങനെ വേണ്ടാത്ത രീതിയിൽ യൂട്യൂബിനകത്ത് ഫേമസ് ആവാൻ വരുന്നത്. അപ്പം അവർക്കൊക്കെ ഒരു പാഠമാണ്. കാരണം എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വൃത്തികേടുകൾക്ക് എന്തായാലും ഒരു അവസാനം ഉണ്ടാവും. അപ്പോൾ അതായിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത്. പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടപ്പോൾ നമ്മളോട് എല്ലാവരോടും ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇതിൽ ഈ കുട്ടി എന്താണ് തെറ്റ് ചെയ്തത്? അപ്പോൾ അമ്മയും അച്ഛനും, അതായത് ദിയയും ഷെരീഫും ചെയ്ത തെറ്റ്, അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായൊരു പാകപ്പിഴവിന് ഈ കുട്ടിയുടെ ജീവൻ കൂടെ പോയി എന്നുള്ളത് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? ആ കുട്ടിക്ക് ജീവിക്കാനുള്ള അർഹതയില്ലേ? അർഹത എന്തുകൊണ്ട് നിഷേധിച്ചു എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പം നമുക്ക് ആ ചോദ്യത്തിന് മറുപടി തരാൻ ഷെരീഫ് എന്തായാലും കൂടെ ഇല്ല. ചിലപ്പം ഈ ഒരു ഉമ്മയുടെ മകനായിട്ട് അവൻ വളരണ്ട എന്ന് ഷെരീഫിന് തോന്നിയിട്ടുണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ കുട്ടിക്ക് ആരും ഉണ്ടാവില്ല തോന്നിയതുകൊണ്ട് എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഷെരീഫ് പോയപ്പോൾ തൻ്റെ കുട്ടീനെയും കൂടെ വിളിച്ചിട്ടാണ് പോയത്. മറ്റൊരു ബ്രൂട്ടൽ ഡെത്ത്, അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് തോന്നിയത്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ചില ആളുകൾ ഇതിന് പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുന്നു. അത് ചെയ്തത് എന്തായാലും നന്നായി, ഷെരീഫ് ചെയ്തത് നല്ലൊരു കാര്യമാണെന്നുള്ളത്. എന്താ ഞാൻ സൈഡിൽ കൊടുക്കാം അതിൻ്റെ സ്ക്രീൻഷോട്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് മനുഷ്യന്മാരെ ഇങ്ങനെയൊക്കെ പറയാന്നുള്ളത്. മനുഷ്യത്വം ശരിക്കും മരിച്ചിട്ടുണ്ടോ? ഇപ്പം ഈ കുട്ടി എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ വളരില്ല എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ നമ്മളാരാ? ആ കുട്ടീനെ ഒരു അനാഥാലയത്തിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൈൽഡ് കെയർ സെൻറ്റേഴ്സിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വളരെ നന്നായിട്ട് വളരില്ലേ? പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം വന്നു എന്നുള്ളത് ഇപ്പോഴും നമ്മളുടെ ഉള്ളിൽ മനുഷ്യത്വം നശിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം ഉണർത്തലാണ്. അപ്പം എന്തായാലും നീതി നിഷേധിക്കപ്പെട്ട എത്രയോ ജന്മങ്ങൾ ഈ ലോകത്തുണ്ട്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്, കേരളത്തിലുണ്ട്. അതിലേക്ക് ഒരു കുഞ്ഞും കൂടെ എന്നാണ് എനിക്ക് ഇത് കണ്ടതിന് ശേഷം തോന്നിയത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ചെന്നാൻ ബൈ.